ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി അവൽ വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഞ്ഞ് പോലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് അവലാണ് ഇട്ട് കൊടുക്കുന്നത്. വെള്ള അവലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് അവലായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഈ അവലൊന്ന് കുതിർന്ന് വരണം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏതിലാണോ നമ്മൾ അവലെടുക്കുന്നത് അതേ അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിൽ കൂടുതലാവരുത്. വെള്ളം ഒരുപാടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവല് പൊടിഞ്ഞു പോവും. അപ്പോൾ അതിൻ്റെ പരുവം തെറ്റും. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് റവയാണ്. വറുത്ത റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വറുത്ത റവ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേ കപ്പ് അളവിൽ തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 15-20 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് കുതിർന്ന് വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 15-20 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഞാനിപ്പോൾ ഇതാ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വെള്ളം കൂടിയിട്ടാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പരുവത്തിലാവില്ല. ഇപ്പോൾ നമ്മൾ കറക്റ്റിന് വെള്ളം ഒഴിച്ചു കൊടുത്തത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ കുതിർന്ന് കിട്ടിയത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് പരുവം മനസ്സിലായിട്ടുണ്ടാവും. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് തൈരാണ്. നല്ല കട്ടിയായിട്ടുള്ള തൈര് വേണം. അത് ഞാനിവിടെ 1/4 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുക്കാം. ഇത് പുളിയുള്ളതോ പുളിയില്ലാത്തതോ ഏതായിരുന്നാലും കുഴപ്പമില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലോ ഗോൾഡ് വിന്നറോ അങ്ങനെ ഏതായിരുന്നാലും കുഴപ്പമില്ല. മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ പലഹാരം നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മുടെ പലഹാരം ഒന്ന് സോഫ്റ്റ് ആയിട്ടിരിക്കാനായിട്ട് ഒരു നുള്ള് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളം നമ്മൾ ഒന്നിച്ചൊഴിച്ചു കൊടുക്കരുത്. ഇത് അരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അരയാതെ വരുന്ന ഒരു സിറ്റുവേഷൻ വരും. ആ ഒരു സമയത്ത് നമുക്ക് ഒരു 1/4 കപ്പ് അളവിലും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോഴേ നമ്മുടെ മാവ് കറക്റ്റ് ഒരു പരുവത്തിൽ കിട്ടുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ അരച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മാവിൻ്റെ പരുവം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഒരു കയ്യിൽ വെച്ചിട്ട് കോരി കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഒരുപാടങ്ങ് ലൂസായി പോവുകയും ചെയ്യരുത്, എന്നാൽ നല്ല കട്ടിയും ആവരുത്. ഈ ഒരു ഇടത്തരം പരുവത്തിൽ വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം. അതിനുവേണ്ടി സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതിനനുസരിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതുപോലെ നിറയെ ഹോൾ വരുന്ന ഈ ഒരു സമയത്ത് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഈ ഒരു പാനിലൊന്നും ഓയിലൊന്നും തടവാതെയാണ് ഞാനിപ്പോൾ ഇത് ചുട്ടെടുത്തിട്ടുള്ളത്. ഓയിൽ ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇതിന് മുകളിലായിട്ട്. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ ചുട്ടെടുത്തു. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. വീണ്ടും ഇതുപോലെ തന്നെ ഒരു കയ്യിൽ മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചതിന് ശേഷം ഹോൾ വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒരു 10-15 സെക്കൻഡ് ആകുമ്പോഴേക്ക് ഇത് നമുക്ക് എടുത്ത് മാറ്റാം. പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതാകുമ്പോൾ നമുക്ക് രാവിലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഏത് കറികൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റും. എല്ലാം ചേരുന്നതാണ്. അതുപോലെ ഇത് നന്നായിട്ട് സ്മൂത്തായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു പഞ്ഞ് പോലത്തെ പലഹാരമാണ്. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ എല്ലാ മാവിലും ചുട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏത് കറികളുടെ കൂടെയാണെങ്കിലും മടുപ്പ് വരാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാൻ തോന്നും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.